ചാലഞ്ചേഴ്സ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ്. ഒരു അലോക്കേറ്റഡ് ഏരിയയിലേക്ക് ഒരു ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ നാച്ചുറൽ എലമെൻറ്റ്സ്, ഗാർഡൻ മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് ഗ്രീനറി സെറ്റപ്പ് ചെയ്യുക, അതാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫൗണ്ടേഴ്സ് അൺകട്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഫൗണ്ടറാണ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫീമെയിൽ ഓൺടർപ്രണേഴ്സ് ഇൻ ദിസ് ഷോ. സോ ഞാൻ ഈ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും തിരിച്ചു വരുന്ന ഒരു സ്ഥലമാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ടു ലിവ്, പക്ഷേ ആ വീട് തരുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നോടൊപ്പം ഇന്നുള്ളത്. വെൽക്കം പാർവതി നീന മോലി ടു ഫൗണ്ടേഴ്സ് അൺകട്ട്. ഹായ്. ഹായ്, ഹലോ. സോ ഞാൻ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കറിയാം പ്ലാൻസ്കേപ്പിംഗ് ആണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് പ്ലാൻസ്കേപ്പിംഗ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത്? നമ്മുടെ ഫേമിൻ്റെ പേര് വരുന്നത് ബ്രീതിങ് ബഡ്സ് എന്നാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 5th ഇയർ ആണ്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ഒരു അലോക്കേറ്റഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ നാച്ചുറൽ എലമെൻറ്റ്സ്, ഗാർഡൻ മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് ഗ്രീനറി സെറ്റപ്പ് ചെയ്യുക, അതാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വൺ ഓഫ് ദ സബ്സെറ്റ്സ് ആണ് പ്ലാൻസ്കേപ്പിംഗ് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് വെഞ്ചറിലേക്ക് എത്തിച്ചേരുന്നത്? ഇതിൻ്റെ ഈ പ്ലാൻസ്കേപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണേ, ഇതിൻ്റെ വിത്തുകൾ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ആയിരിക്കാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിത്ത് പാകിയിട്ടുണ്ടാവുക. ആദ്യം ഞാൻ ജനിച്ചു വളർന്ന വീടും പരിസരവും എന്ന് പറയുന്നത് നമ്മുടെ മലരിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, സിമിലർ ടു മലരിക്കലായിരുന്നു. ഏത് സ്ഥലം? മരടിൽ തന്നെയാണ്. 20 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ കൊച്ചി, 20 വർഷം മുമ്പുള്ള കൊച്ചിയാണ്. 20 വർഷങ്ങൾക്ക് മുൻപുള്ള കൊച്ചിക്ക് ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും പാടവും ആമ്പലുകളും കാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഇതെല്ലാം കാണുക, കുറച്ച് സമയം എൻ്റെ വീടിൻ്റെ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുക. അമ്മ നന്നായിട്ട് നല്ലൊരു ഗാർഡൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ സ്പെൻഡ് ചെയ്യുക. തിരിച്ച് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് പോലും കുറേ പ്ലാന്റ്സ് കളക്ട് ചെയ്യുക, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ചെറുപ്പം മുതൽക്കേ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് വലിയൊരു ട്രോമ വന്നു. ഇതൊക്കെ എനിക്ക് മിസ്സായി. അവിടുത്തെ ലാൻഡെല്ലാം ഫില്ല് ചെയ്തു, വേറെ കോൺക്രീറ്റ് ബിൽഡിങ്സ് വന്നു. അതിനുശേഷം ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ആണ് വീണ്ടും 20 വർഷം 15 ഇയേഴ്സിന് ശേഷമാണ് വീണ്ടും ഈ തോട്ട്സ് വരുന്നത്. ഗ്രാജുവലി മെല്ലെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ 20 വർഷത്തിന് ശേഷം അത് ഏറ്റവും കൂടുതൽ അന്ന് ഈ പ്ലാന്റ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമോ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റോ കൊണ്ടാണോ ഇത്തരത്തിലൊരു ബിസിനസ് ഐഡിയയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ് കിക്ക് സ്റ്റാർട്ട് ആവുന്നത് എവിടെ നിന്നാണെന്ന് പറയും? തീർച്ചയായും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഉള്ളിലുള്ളത് കൊണ്ട് എങ്ങനെയോ ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടു. പക്ഷെ ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും അന്ന് മനസ്സിലില്ല. ക്രിയേറ്റീവ് ഫീൽഡിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്നൊരു പാൻഡമിക് വന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല. ഷൂട്ട്സ് എല്ലാം പാക്കപ്പായി ടോട്ടലി ഫ്രീസായ സമയത്ത് നമുക്കൊരു ഇൻകം വേണം എന്നുള്ളൊരു ലെവലിലാണ്. ആ സമയത്ത് ഞാൻ ഇപ്പം ഫ്രണ്ട്സിനാണെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതലും ഗിഫ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ ഗിഫ്റ്റിംഗ് ആയിരുന്നു. പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാന്റ്സ് MT വാസുദേവൻ നായരുടെ മുകുന്ദൻ്റെയും ബുക്സും കമലാ സുരയ്യയുടെ ബുക്സിൻ്റെ കൂടെ എപ്പോഴും ഞാനൊരു പോട്ടഡ് പ്ലാന്റ് എൻ്റെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ സെറാമിക് പോട്ട്സ് വിത്ത് പ്ലാന്റ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാൻഡമിക്കിൽ. ഈ ബ്രീത്തിങ് ബഡ്സ് ഫസ്റ്റ് വെഞ്ചർ അല്ലാന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് വേറെ വെഞ്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ഒരു ലേണിംഗ് എങ്ങനെയാണ് ബ്രീത്തിങ് ബഡ്സിലേക്ക് വരുമ്പോൾ ഹെൽപ്പ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് വെഞ്ചർ തീർച്ചയായും ഒരു ഇവൻറ്റ് കമ്പനി ആയിരുന്നു. 4 വർഷത്തോളം ഇവൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ലേണിംഗ് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ അറ്റൻഷൻ ടു പ്രോജക്റ്റ് എക്സിക്യൂഷൻസ്, പിന്നെ ടീം മാനേജ്മെൻറ്റ്, ഇതെല്ലാം എനിക്ക് പിൽക്കാലത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവൻറ്റിൽ നിന്ന്. പിന്നെ ക്രിയേറ്റീവ് സൈഡാണ് ആക്ച്വലി. ഇപ്പം അത് കഴിഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ്സിലേക്ക് വന്നു, അതും ക്രിയേറ്റീവ് ഫീൽഡാണ്. പറഞ്ഞാൽ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നതും ക്രിയേറ്റീവ് കൺസെപ്റ്റ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതും ക്രിയേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ ഇതെല്ലാം കോറിലേറ്റഡ് ആണ്. അതെനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രെയിം മനോഹരമാക്കുക എന്നുള്ളൊരു ജോബ് തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായും. ഈ ഇതിലേക്ക് വരുമ്പോൾ
ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബീങ് എ ഫീമെയിൽ ഓൺടർപ്രണർ, ഇപ്പോൾ നമ്മുടെ ഈ ഷോയുടെ ഫസ്റ്റ് ഒരു ഫീമെയിൽ ഓൺടർപ്രണർ ഗസ്റ്റ് കൂടിയാണ് പാർവതി. സോ എത്തരത്തിലുള്ള ചാലഞ്ചസ് ആണ്, ഇനി ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള ചാലഞ്ചസ് എന്താണെന്ന് കൂടി ഒന്ന് പറയാമോ? ചാലഞ്ചസ് ബൈ ബർത്ത് തന്നെ കുറേ ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഫീമെയിൽ ഓൺടർപ്രണർ ആയതുകൊണ്ടുള്ള ചാലഞ്ചസിനേക്കാൾ ഉപരി ഫീമെയിൽ ആയതുകൊണ്ടുള്ള ചാലഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും. നമ്മൾ ഓൺടർപ്രണർ ആയപ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വന്നു. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നിന്ന് കുറേ കൂടെ പക്വത വന്നു, കുറേ കൂടെ ബ്രേവായി. അതൊത്തിരി ചാലഞ്ചസിനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിൽ എങ്ങനെയാണ് വെല്ലുവിളികൾ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ബിഗിനിങ് സ്റ്റേജിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ നോവും നമുക്ക് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലും, പിന്നെ ട്രാവലിങ്ങിലൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് വരാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഫണ്ട് റേസിങ്ങിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സീക്കിങ്ങിൻ്റെ സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ഒരു ഫീമെയിൽ ഓൺടർപ്രണറിന് ഫണ്ട് ചെയ്യുന്ന കുറച്ച് ടഫാണെന്നുള്ള രീതിയിലാണോ? തീർച്ചയായും ഫീമെയിൽ ഓൺടർപ്രണേഴ്സിന് ഫണ്ട് ചെയ്യുമ്പം അത് എങ്ങനെയാണ് റിട്ടേൺ വരിക, അത് ട്രസ്റ്റ്ഫുൾ ആണോ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വ്യക്തിപരമായ ചില വെല്ലുവിളികളും നമുക്ക് ബിസിനസ്സിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുറേ കഴിയുമ്പം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് പോലും നമുക്ക് ബാക്ക് ഫയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനെയും ഒരിക്കലും ഒരു ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇതേപോലുള്ള പ്രതിസന്ധികൾ നേരിടുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു സ്ട്രോങ് സ്റ്റാൻഡ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അത് തന്നെ ആയിരിക്കണം എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചാലഞ്ചസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ്, അല്ലെങ്കിൽ കുറേ കൂടെ നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇപ്പം എന്ത് വെല്ലുവിളി വന്നാലും കുറേയൊക്കെ നമുക്ക് സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്ലയൻസായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും മേടിക്കാവുന്നതും വെക്കാവുന്നതുമായിട്ടൊരു സംഭവമാണ്. പക്ഷെ അതിന്ന് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് വെഞ്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ളത്, ഞാൻ പേഴ്സണലി ഒരു കാറ്റ്കസ് വെച്ച് കഴിഞ്ഞാൽ പോലും അത് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകാറാണ് അത്. അപ്പോൾ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാറ്റ്കസ് നശിച്ചു പോയേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വാട്ടർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാന്റ് എന്തൂസിയാസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് പ്ലാൻ മമ്മി, പ്ലാൻ ഡാഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും ലവ് ആൻഡ് കെയർ പ്ലാന്റ്സിന് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ പുതിയ അങ്ങനെ പ്ലാന്റ് വെക്കുന്നവർക്ക് ഒന്നുകൊണ്ട് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ? തീർച്ചയായും. ഇപ്പം ശബരീഷ് പറഞ്ഞ പോലെ എക്സസീവ് വാട്ടറിങ് തന്നെയാണ് പ്ലാന്റ്സിനെ കില്ല് ചെയ്യുന്നത്. ഇപ്പം ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ടെങ്കിലും പ്ലാന്റ് പാരൻസ് ആവാൻ ആഗ്രഹമുള്ളവർക്ക് പോലും അവർക്കിതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നവരുണ്ട്. ശരിക്കും നമുക്കൊരു ചെറിയ സ്പേസ് ആയാൽ പോലും, ഒരു ചെറിയ പോട്ടിൽ പോലും നമുക്കൊരു കാക്ടസോ സക്യുലൻസോ വയ്ക്കാം. അങ്ങനെ നോക്കുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന 2 പ്ലാന്റ്സ് ആണ്. എല്ലാവരും പറയും കാക്ടസിൻ്റെ പെട്ടെന്ന് ചീഞ്ഞു പോയി, സക്യുലൻ്റ് പെട്ടെന്ന് ചീഞ്ഞു പോയി എന്ന് പറയുന്നേക്കാം. പക്ഷേ നമ്മളതിനെ ഒന്ന് വാട്ടർ സ്പ്രേ മാത്രം ഒരു thrice in a week വാട്ടർ സ്പ്രേ ചെയ്താൽ തന്നെ കാക്ടസും സക്യുലൻസും ഹെൽത്തി ആയിട്ടിരിക്കും. ടേബിൾ ടോപ്പ് ആയിട്ട് വയ്ക്കാം. അതെ, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. കുട്ടികൾക്ക് പോലും ടേബിൾ ടോപ്പ് വെച്ച് കൊടുക്കാം. കോർപ്പറേറ്റ് ഓഫീസസിൽ എല്ലാവർക്കും ഒരു ലാപ്ടോപ്പിൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ അടുത്ത് പോലും ഒരു ലൈവ് പ്ലാന്റ് നമുക്ക് വയ്ക്കാം. അതുപോലെ സിമിലറായിട്ട് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ, ഇൻഡോറിലൊരു ലോ ലൈറ്റിലും ടോളറേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ സ്നേക്ക് പ്ലാന്റ്, സീസി പ്ലാന്റ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഒരു വലിയ ട്രീ പോലെയൊക്കെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫിഡിൽ ലീഫ് ഉണ്ട്, പാച്ചിർ അക്വാട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, റബ്ബർ പ്ലാന്റ് ഉണ്ട്, ഫൈക്കസ് ഇലാസ്റ്റിക്ക എന്ന് പറയുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് അറിയാൻ പറ്റും, പണ്ടത്തെ വീടുകളിൽ നമ്മൾ വേലിക്കൊക്കെ വെച്ചിരുന്ന പ്ലാന്റ് ആണ്. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ പറയും ഇത് ഞങ്ങൾ വേലിയുടെ സൈഡിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 സ്നേക്ക് പ്ലാന്റ് വരുന്നത്. ദ ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ ആണ്. അപ്പം അലർജി ഉള്ള ആളുകൾക്ക് പോലും അവരുടെ റൂമിൽ സേഫായിട്ട് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സീസി പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. പോത്തോസ്, മണി പ്ലാന്റിൻ്റെ വേരിയൻസ്, ലക്കി ബാംബു, ഡ്രസീന, ഇതൊക്കെ നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് അതിന് കിട്ടുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 2 hours എങ്കിലും ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ വെക്കുന്നത് ഒരു ലോ ലൈറ്റ് ഏരിയയിലാണെങ്കിൽ നമുക്കത് ഡെയിലി 1-2 മണിക്കൂർ ചെറിയൊരു ലൈറ്റിലേക്ക് വെച്ചിട്ട് തിരിച്ചതിനെ റീലൊക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ചെടികൾ വളർത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചെറിയ കാര്യങ്ങൾ നോക്കാനുള്ളത് നമ്മൾ വാട്ടർ ചെയ്യുമ്പോൾ ഒരിക്കലും കുറച്ച് കുറഞ്ഞു പോയാലും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്ലാൻസ് എല്ലാം തന്നെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്സിൽ ഒരിക്കൽ മാത്രം ഓർഡർ ചെയ്യേണ്ട പ്ലാൻസ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അതിനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പോട്ടി മിക്സ്ചേഴ്സ് നമ്മളെപ്പോഴും പോട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ പ്രൊഡക്ട്സ് കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോട്ടി മിക്സ്ചേഴ്സിൽ തന്നെ അതിൽ കോക്കോപീറ്റും വെർമി കമ്പോസ്റ്റും ഓർഗാനിക് കുറച്ച് മിക്സ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കും മാനുവറിൻ്റെ. അപ്പോൾ തന്നെ പകുതി ഒരു 50% പ്ലാന്റ് സേഫാണ്. വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് വെള്ളം കുറഞ്ഞു പോയ പ്ലാന്റ്സ് അതിൻ്റെ സിംറ്റംസ് കാണിക്കും, ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങും. അപ്പോൾ നമുക്ക് അറിയാം പ്ലാന്റ് കുറച്ച് വാടുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വീണ്ടും ശരിയായിക്കോളും. അപ്പം വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ലീവ്സ് യെല്ലോയിഷ് ആയി അത് ചീഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വാട്ടറിങ് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 2 hours ലൈറ്റ്, ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പോട്ടിംഗ് മിക്സർ ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സ് വയ്ക്കാം. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, അങ്ങനെ ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിലും നമുക്കിപ്പം ഒത്തിരി സെൽഫ് വാട്ടറിങ് പോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഒരു ബോട്ടിലിൽ ഒരു ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് നമ്മൾ ആ ബോട്ടിൽ ഫില്ല് ചെയ്ത് പോട്ടിന് ചോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോയിക്കോളും. 1-2 ആഴ്ച നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോഴും പ്ലാന്റ്സ് സേഫാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് വീടിനകത്ത് ചെയ്യാവുന്നത്. ഈസി ആയിട്ട് ചെയ്യാവുന്ന എന്നാൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ. ചെയ്യേണ്ടതായ ഇപ്പോൾ നേരത്തെ ക്ലയൻസിനെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസ് എല്ലാം മെൻഷൻ ചെയ്തിരുന്നല്ലോ. എത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്ലയൻസിനാണ് ഇപ്പോൾ ബ്രീത്തിങ് ബഡ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാം. തീർച്ചയായും. നമ്മളിപ്പോൾ പ്രൊജക്ട്സ് ചെയ്യുന്നത് നോർത്തേൺ മലബാറിലേക്കും നോർത്തേൺ കേരളയിലേക്കും, ഔട്ട് ഓഫ് കേരള വരുന്നത് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഗോവ, പോണ്ടിച്ചേരി ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കൂടുതലും കൺസൾട്ടേഷൻ ആണ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ പ്രൊജക്ട്സ് വരുന്നത് കേരളത്തിലെ നോർത്തേൺ കേരള തന്നെയാണ്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്. അവിടെ ഇൻഡിപെൻഡൻ്റ്ലി ഈ വീടുകൾക്കാണോ അതോ കോർപ്പറേറ്റ് ഓഫീസസിനാണോ? കൂടുതലും കേരളത്തിൻ്റെ വടക്ക് വശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ആണ് പ്രധാനമായും വരുന്നതും കൂടുതൽ NRI പ്രീമിയം പ്രൊജക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ലാൻഡ് ഉണ്ട്. അവിടെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ കുറച്ചുകൂടി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ചെയ്യണം, ഇത്ര ഏരിയ ചെയ്യണം. അവിടെ ഒരു 10 സെൻറ്റ് അതിന് മുകളിലേക്കൊക്കെ ആളുകൾക്ക് വീടിന് ലാൻഡ് വരുന്നുണ്ട്. പക്ഷെ തൃശ്ശൂരിൽ നിന്നും നമുക്ക് സദേൺ ഏരിയയിലേക്ക് വരുമ്പം കുറച്ചുകൂടെ ഏരിയ കുറവാണ്. ഇവിടെ കൂടുതൽ ആളുകൾ അപ്പാർട്ട്മെൻറ്റ്സിലും ഫ്ലാറ്റ്സിലും ആണ് വരുന്നത്. അപ്പോൾ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ താമസിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടമാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാൽക്കണി ഗാർഡൻസ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ്കേപ്പിംഗ് ഉണ്ട്. അതുപോലെ ഇപ്പം എക്സ്റ്റീരിയറിൽ തന്നെ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ ഒരു കോമൺ ഗ്രീൻ ഏരിയ ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പൂർവ്വ ഗ്രാൻഡ് ബേ ഒക്കെ ചെയ്തു. അങ്ങനെ കൊച്ചിയിലാണെങ്കിലും നമ്മൾ കൂടുതലും ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിലാണ് ചെയ്യുന്നത്. വടക്കോട്ട് പോകുമ്പം നമ്മൾ വയനാട്ടിലൊക്കെ വരുമ്പോൾ കുറേ റിസോർട്ട്സ് വരുന്നുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടൊക്കെ വരുമ്പം കൂടുതലും റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. ഇപ്പോൾ ഈ ബ്രീത്തിങ് ബഡ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ബ്രീത്തിങ് ബഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പോട്ടഡ് പ്ലാന്റ്സ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ബിസിനസ് വരുന്നത്. അന്ന് എനിക്ക് ഒരു പ്രൊജക്റ്റിലേക്ക് വരണം എന്നോ പ്ലാന്റ്സ്കേപ്പിംഗോ ഒന്നും ഐഡിയ ഇല്ല. ഓരോ തവണ ഓരോ സെയിൽ പോകുമ്പോഴും ഇതിനെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ചിന്തിച്ചതിൽ നിന്നാണ് പോട്ടഡ് പ്ലാന്റ്സിൽ നിന്നും പ്ലാന്റ് ആർട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. ചെറിയ ചെറിയ ആർട്ട് വർക്ക് പ്ലാന്റ്സ് വെച്ചിട്ട് ചെയ്യാം. അതിൽ നിന്നും കുറേ കൂടെ പ്ലാന്റ്സ്കേപ്പിങ്ങിലേക്ക് വന്നു. പ്ലാന്റ്സ്കേപ്പിങ്ങിൽ വന്നതിന് ശേഷമാണ് എങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് വലിയൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇതിൽ. പിന്നെ ഞാൻ ബയോഫിലിക് ഡിസൈനിങ് പഠിച്ചതിന് ശേഷമാണ് ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വന്നപ്പം കുറേ കൂടെ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ സബ്സെറ്റ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ പ്ലാന്റ്സ്കേപ്പിംഗ് വരുന്നുണ്ട്, ഹാർഡ്സ്കേപ്പിംഗ് വരുന്നുണ്ട്, വാട്ടർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പം ഈ ബയോഫിലിക് ഡിസൈൻ എന്ന് പറയുന്നത് ബയോഫിലിക് ഡിസൈനിങ് എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിങ്ങിൽ തന്നെ 2 ഡിവിഷൻ ഉണ്ട്. നോർമൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ബയോഫിലിക് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് വന്നിട്ട് പലർക്കും ബയോഫിലിക് ലാൻഡ്സ്കേപ്പ് എന്താണെന്നുള്ളത് അറിയില്ല. നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻസിനെ നേച്ചറിലേക്ക് റീകണക്ട് ചെയ്യാം, അതാണ് ബയോഫിലിക് ലാൻഡ്സ്കേപ്പിൻ്റെ കോൺസെപ്റ്റ്. അത് കുറേ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബയോഡൈവേഴ്സിറ്റിയും എക്കോസിസ്റ്റമാണ്.
അവിടെ നമ്മൾ കൂടുതലും അവിടെ നമുക്ക് മെയിൻ്റനൻസ് കുറവാണ് ബയോഫിലിക് ലാൻഡ്സ്കേപ്പിൽ. ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പുറത്തുനിന്ന് വന്നൊരു കൺസെപ്റ്റാണ്, അപ്പോൾ ഇത് കുറച്ച് ഭയങ്കര എക്സ്പെൻസീവാണ്, അല്ലെങ്കിൽ ഇതിന് ഒരുപാട് എഫേർട്ട് ഇടണം എന്നൊക്കെ ചിന്തിക്കും. ശരിക്കും നോർമൽ ലാൻഡ്സ്കേപ്പാണ് നമ്മളിവിടെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ നമുക്ക് ബയോഫിലിക് ലാൻഡ്സ്കേപ്പാണ് നമ്മളുടെ നാടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അതത് നേറ്റീവ് പ്ലാന്റ്സ്, അവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന നാച്ചുറൽ എലമെൻറ്റ്സ്, മെറ്റീരിയൽസ്, നമ്മളുടെ സീസണിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ വളർത്തുന്നത്. അവിടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒന്നും കൊണ്ടുവരുന്നില്ല. മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ, നോർമൽ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരുമ്പോൾ, ഇന്ന് നാട്ടിൽ ചെയ്യുന്ന ഒരു 90% നോർമൽ ലാൻഡ്സ്കേപ്സ് ആണ്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് വിഷ്വലി അപ്പീലിംഗ് മാത്രം. അവിടെ വരുന്നത് എസ്തെറ്റിക്കലി അതിനെ വിഷ്വലി പ്ലീസ് ചെയ്യുക, സസ്റ്റൈനബിലിറ്റി കുറവാണ്. മാത്രമല്ല നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും കുറേ നാച്ചുറൽ എലമെൻറ്റ്സ് മിസ്സാവുന്നുണ്ട്. കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വരുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെ സീസണിന് ചേരാത്ത പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇത് മെയിൻ്റനൻസ് വളരെ കൂടുതലാണ്. നമ്മൾ മാനിക്യൂർഡ് ലോൺസ് ആണ് എല്ലായിടത്തും നോർമൽ ലാൻഡ്സ്കേപ്പിൽ കാണുക. മന്ത്ലി ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നോർമൽ ലാൻഡ്സ്കേപ്പ് ചൂസ് ചെയ്യുമ്പം നമുക്ക് അത് മാത്രമാണ് പറ്റുക. ഒരു ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റം അവിടെ ജനറേറ്റ് ആവുന്നില്ല. ഞങ്ങളിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ നോർമൽ ലാൻഡ്സ്കേപ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങളിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടും എങ്ങനെ എക്സിക്യൂഷൻ പ്രോജക്ട്സ് എങ്ങനെ നമുക്ക് ബയോഫിലിക് ലാൻഡ്സ്കേപ്പ് എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രമാക്കി ചെയ്യാം. അപ്പം കൺസൾട്ടേഷൻ എങ്ങനെയാണ് നോർമൽ ലാൻഡ്സ്കേപ്പിൽ കൊടുക്കുക, ഇങ്ങനൊരു പ്രോസസ്സിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കുറച്ച് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബയോഫിലിക് മെറ്റീരിയൽസ് തന്നെ, നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള പോട്ടി മിക്സ്ചേഴ്സ്, ഫെർട്ടിലൈസേഴ്സ്, പ്ലാന്റ്സ്, ഒരു ബയോഫിലിക് നഴ്സറി, ഇതെല്ലാം ഞങ്ങളിപ്പം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ ലോഞ്ച് ആവും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ബ്രീത്തിങ് ബഡ്സിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. ഇനി ഫ്യൂച്ചറിലേക്ക് ബ്രീത്തിങ് ബഡ്സിന് എവിടെയാണ്, ബ്രീത്തിങ് ബഡ്സിൻ്റെ ബ്രാഞ്ചസ് എവിടെയൊക്കെ ആയിരിക്കും? ബ്രീത്തിങ് ബഡ്സിൻ്റെ ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇപ്പോൾ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടീം അതങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് റീറ്റെൻഷൻ, ക്ലയൻസിൻ്റെ റീറ്റെൻഷൻ കൂടുതലാണ്. നമുക്ക് റിപ്പീറ്റ് ക്ലയൻസ് വരുന്നുണ്ട്. എത്ര മെമ്പർ ടീമാണ്? നമുക്ക് എക്സിക്യൂഷൻ ടീമിനെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ 14 പേരേ ഉള്ളൂ. ചെറിയൊരു ടീമാണ്. പക്ഷെ അവരെല്ലാവരും ഇപ്പം എൻ്റെ ആബ്സെൻസിൽ പോലും ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ അത്രയും എക്സ്പേർട്ടൈസ് ഉള്ള ആളുകളാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഇനി ബ്രീത്തിങ് ബഡ്സിൻ്റെ കൂടുതൽ ബ്രാഞ്ചസ് വരിക എന്നുള്ളത് തൽക്കാലം ഞങ്ങൾക്കിപ്പോൾ പ്ലാൻ ഇല്ല. നമുക്ക് കേരളത്തിൽ തന്നെ 2 സ്ഥലങ്ങളിൽ, അതായത് ട്രിവാൻഡ്രം, കൊച്ചി ആണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് കേരള സർവീസ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ പ്രൊജക്റ്റ് ചെന്ന് കൺസൾട്ട് ചെയ്ത് വിസിറ്റ് ചെയ്തിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്ത് പോരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബയോഫിലിക് പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു സസ്റ്റൈനബിൾ എക്യുപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ലാൻഡ്സ്കേപ്പ് ഫേമായിട്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് നടക്കുവാണ്. ഒപ്പം നമ്മൾ 3D ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് കൺസൾട്ടേഷൻ പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഡിസൈൻ കൺസൾട്ടേഷൻ, എക്സിക്യൂഷൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ തന്നെ തിരക്കുണ്ട്. എക്സിസ്റ്റിംഗ് ക്ലയൻസിൻ്റെ തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലും തന്നെ നമുക്ക് ഒത്തിരി പ്രോജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ ക്യാമ്പയിനൊന്നും നടത്തുന്നില്ല. ഈ ലെവലിൽ തന്നെയാണ് ഇപ്പം ബ്രീത്തിങ് ബഡ്സ് പോകുന്നത്. ഇനി പുതിയൊരു കൺസെപ്റ്റ്, പുതിയൊരു ഐഡിയ വന്നു, ഇതിനിങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ വരികയാണ് എങ്കിൽ ഞങ്ങൾ അതിലേക്ക് പോവാം. കാരണം തുടങ്ങിയ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ പ്ലാൻസ് ഒന്നുമില്ല. ഇപ്പം ഇവിടെ നിൽക്കുന്നു. അപ്പം നാളെ എന്താവും എന്നുള്ളതും നമുക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ ഇപ്പം പ്രോജക്ട്സും പ്രോഡക്ട്സും ഫോക്കസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞല്ലോ, ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ബയോഫിലിക് ഡിസൈൻ ഒരു ഹ്യൂമൻ മൂഡിനെ അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഒരു ലൈഫിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. എത്തരത്തിലായിരിക്കും അങ്ങനെ ഒരു ഇമ്പാക്റ്റ്? നമുക്കിപ്പം കൊച്ചിയിലുള്ളവരെ എടുക്കുവാണെങ്കിൽ, അവർ വർക്കിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീക്കെൻഡ്സിൽ പോലും നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? കടമക്കുടി, അല്ലെങ്കിൽ ഒന്ന് മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, എന്തുകൊണ്ട് ലുലുമാളിലേക്ക് പോകുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇവരിങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നു? കുറേ കൂടെ നേച്ചറായിട്ട് ബ്ലെൻഡ് ആവാൻ, അവർക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് പോകുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് നമുക്ക് സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്തുകൂടാ? അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ റിഫ്രഷ് ആയി വരുമ്പോൾ നമുക്ക് കുറേ കൂടെ നമ്മളുടെ മൂഡ് ബെറ്റർ ആവുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്, സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ റിലീഫുണ്ട്. അപ്പം നമ്മുടെ മെൻ്റൽ വെൽബീയിങ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്ലാൻസും ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം.
തീർച്ചയായും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിലായിക്കോട്ടെ, അതിപ്പോൾ കോർപ്പറേറ്റ് ഓഫീസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആവാം, നമ്മൾ ജീവിക്കുന്ന പരിസരമാവാം, വീടാവാം, ഇവിടെ എല്ലായിടത്തും ഇതിന് ഇങ്ങനത്തെ കുറച്ച് നാച്ചുറൽ എലമെൻറ്റ്സ്, ലൈവ് പ്ലാന്റ്സ് ഒക്കെ വരുമ്പോൾ തീർച്ചയായും ഇത് നമ്മൾ സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എൻറ്റയർ ലൈഫാണ് ബെറ്റർ ആവുന്നത്. ഒരു വെൽബീയിങ്ങിനെയാണ് എന്നും ബയോഫിലിക് അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുകയും ചെയ്യാം. പാർവതി സ്വന്തമായിട്ടൊരു പ്ലാന്റായിട്ട് ലൈക്ക് ഇന്ന പ്ലാന്റാണ് എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയാൻ ചോദിക്കുകയാണെങ്കിൽ ഏത് പ്ലാന്റ് ആയിരിക്കും പറയുക? എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ലോട്ടസ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചൈൽഡ്ഹുഡ് തൊട്ട് കുറേ അമ്പൽപ്പാടങ്ങളും താമരകളും കണ്ടതുകൊണ്ട് തന്നെ എനിക്കതിനോടൊരു പേഴ്സണൽ ഇഷ്ടമുണ്ട്. ഒപ്പം ലോട്ടസിൻ്റെ ഒരു റെസിലിയൻസ് പവർ, ചെളിയുടെ അടിയിൽ ഒത്തിരി നാളിരുന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് അൺടച്ച്ഡ് ആണ്, വളരെ ഹെൽത്തി ഫ്രാഗ്രൻസ് തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഒപ്പം അതിൻ്റെ ഒരു സ്പിരിച്വൽ ഗ്രോ, നമ്മളെപ്പോഴും അതിന് ലോട്ടസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ഇന്നർ പീസാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് വേറൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഫ്ലവേഴ്സിൽ എനിക്ക് വന്നിട്ടില്ല. അതുപോലെ അതിൻ്റെ ഒരു അഡാപ്റ്റീവ് മൈൻഡ് സെറ്റ്, ആ പ്ലാന്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അഡാപ്റ്റീവ് മൈൻഡ് സെറ്റ് അത് എല്ലാ എൻവയോൺമെൻറ്റിലും ഉണ്ട്. വേൾഡ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ, ഇപ്പം UAE തന്നെ, സൗദി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഐലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രമാണ് ഇത് ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും, ചൈനയിലൊക്കെ വളരെ നന്നായിട്ട് ഉണ്ട്. അപ്പം എല്ലായിടത്തും ഏതൊരു സാഹചര്യത്തിൽ, ഏതൊരു സീസണിലും, ഏതൊരു മണ്ണിലും, ഏതൊരു വെള്ളത്തിലും അത് അഡാപ്റ്റീവ് ആയിട്ട് വളരുന്നുണ്ട്. ലോട്ടസ് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. പാർവതി അതേപോലെ പല ടൈപ്പ് ഓഫ് ക്ലയൻസിനും പല രീതിയിലും അഡാപ്റ്റ് ചെയ്ത് തീർച്ചയായും ഏറ്റവും ടഫസ്റ്റ് ഇതിൽ നിന്നും ബ്ലൂം ചെയ്യുന്ന ആളാണെന്നുള്ള ഇതിൽ തന്നെയാണ് അത് പറയുന്നത്. തീർച്ചയായും തീർച്ചയായും. അങ്ങനെ എനിക്കൊരു പ്ലാന്റ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പറയും? അതെനിക്ക് ശബരീഷിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അറിഞ്ഞെങ്കിൽ ഞാൻ എനിക്ക് സ്വയം തോന്നുന്നു ഞാൻ കൊന്നയാണെന്നാണ്. കാരണം വർഷത്തിൽ ഒരിക്കലേ പൂക്കുന്നുള്ളൂ, ഐ മീൻ വിലയുള്ളൂ. ഒരിക്കലും ഇല്ല, പക്ഷെ ആ ഒരു വർഷത്തിൽ ഒരിക്കൽ കൊന്ന തന്നെ, അതിനെ റീപ്ലേസ് ചെയ്യാൻ ഫ്ലവർ ഇല്ല. പക്ഷെ ആ ഒരു ദിവസം മാത്രമേ കണിക്കൊന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതൊരു വലിയ വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പൊ അതിനൊക്കെ പകരം വയ്ക്കാനൊന്നുമില്ല. ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവൻറ്റ്സ് സെഗ്മെൻ്റ് തൊട്ട് ഇപ്പോൾ വരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എന്താണ് ഈ ക്ലയൻറ്റ് ഹാൻഡിലിൽ ഉള്ള ഒരു മോശം എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും. അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള, ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും. അത് ഒരിക്കലും ക്ലയൻറ്റിൽ നിന്നും ആണെന്ന് പറയാൻ കഴിയില്ല. ഈ ക്ലയൻറ്റ് വെണ്ടർ ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ക്ലയൻറ്റ് കോൺട്രാക്ടർ ഇൻ ബിറ്റ്വീൻ കുറച്ച് ആളുകൾ നമ്മൾ ചിലപ്പം ചില സൈറ്റുകളിൽ കാണാറുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടാവാറില്ല. പക്ഷെ പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അവരുടെ അനാവശ്യമായ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടിട്ട് ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. സോൾവ് ചെയ്യാവുന്നതെല്ലാം നമ്മൾ സോൾവ് ചെയ്യാറുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ബാക്കൗട്ട് ചെയ്യാറാണ് പതിവ്. ഞങ്ങൾ ഏറ്റവും ഞാൻ ഇത്രയും നാളിനിടയിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു പ്രൊഫഷണൽ ലൈഫിൽ 1 വർഷത്തോളം എടുത്തിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്തിരുന്നു. ഞങ്ങൾ 3 മാസമാണ് ആ പ്രൊജക്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പീരീഡ്. പക്ഷെ അത് നീണ്ടുപോയി പല കാരണങ്ങൾ കൊണ്ടും. മറ്റു കോൺട്രാക്ടേഴ്സ് അറിയാമല്ലോ, ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡ് എന്നതിലുപരി ഒത്തിരി കോൺട്രാക്ടേഴ്സ്, ഒത്തിരി വർക്കിൻ്റെ ഒരു കൊളാബറേഷനാണ് ഒരു സിവിൽ സൈറ്റ് എന്ന് പറയുന്നത്. ഒരു ആർക്കിടെക്ചറൽ പ്രൊജക്റ്റിൻ്റെ നമ്മളൊരു ഭാഗം മാത്രമാണ്. അപ്പം എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു വീടിൻ്റെ പണി കഴിയുക. അപ്പം നമ്മളുടെ വർക്ക് നടക്കുന്ന സമയങ്ങളിൽ ചിലപ്പം പല പ്രശ്നങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്തു. ഇതിനിടയിൽ ക്ലയൻ്റായിട്ട് വരെ വഴക്കിടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും ഞങ്ങൾ ആ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നെ നീ ഡാഡി എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കതൊരു വലിയൊരു അവാർഡാണ്. അദ്ദേഹം അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ സാഹചര്യങ്ങളിലും നമ്മളെങ്ങനെ അതിജീവിക്കുന്നു, എല്ലാം മറ്റുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെങ്ങനെ പോകുന്നു, ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ബാക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചു. ഞങ്ങൾ സക്സസ്ഫുള്ളി ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതെൻ്റെ ഒരു സക്സസ് സ്റ്റോറി, എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ്. ഒപ്പം ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കുന്നതിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഒന്നാണ്
നമുക്ക് മൗത്ത് പബ്ലിസിറ്റി ആണ്. പക്ഷേ നമ്മുടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലയൻസിൽ നിന്ന് പോലും വരുന്ന റെഫറൻസ്, അവർക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്സ് എല്ലാം വായിക്കും. ചില ആളുകൾ പറയും നിങ്ങൾ ഡിസൈൻസ് തരൂ, എക്സിക്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ റെഫർ ചെയ്തേക്കുന്ന ആ ഒരു ക്ലയൻറ്റിനെ ഓർത്തിട്ട് നമ്മൾ എന്തായാലും ഇൻപുട്സ് എല്ലാം കൊടുക്കും. പക്ഷെ അത് വെച്ചിട്ട് വേറെ ടീമിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്ന കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായപ്പം ഞങ്ങളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് തന്നെ കൺസൾട്ടേഷൻ ചാർട്ട് കൊടുക്കുക, അത് ഓക്കെ ആണെങ്കിൽ മാത്രം അത് മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് അത് ഫോർവേഡ് ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഓൾറെഡി ഇൻപുട്സ് നമ്മൾ വർക്ക് ചെയ്തതെല്ലാം അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്കത് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ ആ ഒരു ടൈമിനെ വാല്യൂ ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പം അതും സോൾവ് ചെയ്തു. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ ബയോഫിലിക് ഡിസൈൻ എന്ന് പറഞ്ഞു, ഞാൻ ഈ വേർഡ് ആദ്യമായിട്ട് കാണുന്നത് ഏതോ ഫ്ലാറ്റ്സിൻ്റെ ഒക്കെ ഹോർഡിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ ബയോഫിലിക് ഡിസൈൻ എന്ന് പറയുന്നത് കേരളത്തിൽ അത്രമാത്രം വന്നു തുടങ്ങിയൊരു കൺസെപ്റ്റാണോ? കേരളത്തിൽ അത്രയും വന്നിട്ടില്ല, അല്ലെങ്കിൽ ബയോഫിലിക് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് റിയാലിറ്റി എന്നുള്ളത് ഇവർക്ക് അറിയില്ല ആർക്കും. ഇവിടെ ഒരു കൂൾ വേർഡായിട്ട് ഇപ്പം പല സ്ഥലങ്ങളിലും പല ഹോർഡിങ്സിലും അഡ്വർടൈസ്മെന്റ്സിലെല്ലാം ബയോഫിലിക് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 95% ലാൻഡ്സ്കേപ്സും നോർമൽ ലാൻഡ്സ്കേപ്സ് ആണ് ചെയ്യുന്നത്. ട്രഡീഷണൽ രീതിയിൽ അല്ലെങ്കിൽ നേറ്റീവ് പ്ലാന്റ്സ് വെച്ച് നാച്ചുറൽ എലമെന്റ്സ് എല്ലാം എടുത്ത് ഈ ബയോഫിലിക് പ്രിൻസിപ്പിൾസിനെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ നാട്ടിൽ വളരെ കുറവാണ്. എല്ലാവർക്കും ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് മതി, ഓർണമെൻ്റൽ പ്ലാന്റ്സ് മതി. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട്, മന്ത്ലി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇടുന്ന എഫേർട്ട് വളരെ വലുതാണ്. എങ്കിലും ബയോഫിലിക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ ശ്രമത്തിലാണ്. ഞങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസിനെ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ. എന്താണ് ബയോഫിലിക്, അല്ലെങ്കിൽ എങ്ങനെയാണ് നാളെ ഒരു ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റം നമ്മൾ പ്ലാന്റ്സ് ത്രൂ ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ത്രൂ നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പം ഇവിടെ ഇപ്പം ബയോഫിലിക് എന്ന് പറയുന്ന പല കൺസെപ്റ്റ്സിലും ചെയ്യുന്ന പ്രോജക്ട്സും ശരിയായ ബയോഫിലിക് ഡിസൈൻസ് അല്ല. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കൊരു റിയൽ കൺവേർഷനിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഞങ്ങളിപ്പം റിസർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രീനർ മിഷനിൽ കൂടിയാണ് ബ്രീത്തിങ് ബഡ്സും ഡെഫിനറ്റ്ലി സഞ്ചരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന കാലഘട്ടത്ത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സംരംഭം റൺ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്ക്സ് ലോട്ട് ഫോർ സ്പെൻഡിങ് സം ക്വാളിറ്റി ടൈം വിത്ത് ഫൗണ്ടേഴ്സ് അൺകട്ട്. സോ എല്ലാവിധ ആശംസകളും. താങ്ക് യു പാർവതി. താങ്ക് യു.